ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തു. 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിനെക്കുറിച്ചാണ് വിവരം തേടിയത്. നേരത്തെ ഒരു തവണ പ്രശാന്തിനെ ചോദ്യം ചെയ്തിരുന്നു. മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിനെയും SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, രണ്ടാമതും ചോദ്യം ചെയ്തിരിക്കുകയാണ്. എന്താണ് ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ? ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ 2025 ബോർഡിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം PS പ്രശാന്ത് ആവർത്തിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിട്ടുള്ള കൊള്ള മറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടൊന്നുമല്ല അത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതും അതിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 25 വർഷത്തിലധികം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ സ്വർണ്ണപ്പാളികൾ പൂശിയതിനു ശേഷം, പാളികളിൽ സ്വർണം പൂശിയതിനു ശേഷം അത് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു അവസ്ഥയിലാണ് അത് പിന്നീട് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രശാന്തിന്റെ മൊഴി ഇത് രണ്ടാം തവണയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. ഒരു തവണ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ രണ്ടാമത് നൽകിയിരിക്കുന്ന മൊഴിയും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. അതിനുശേഷമായിരിക്കും പ്രശാന്തിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതായി വരുന്ന ഒരു വിവരം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ തന്ത്രിയുടെ കൈപ്പട പരിശോധിക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് അനുജ്ഞ നൽകിയത് തന്ത്രിയാണ്. അത് നൽകിയിരിക്കുന്നതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇതിന്റെ പരിശോധനകൾ പൂർത്തിയാക്കണം. അതിനായി ഇപ്പോൾ കൊല്ലം കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിൽ അനുമതി ലഭിച്ചാലുടൻ തിരുവനന്തപുരത്തെ ജയിലിലെത്തി തന്ത്രിയുടെ കൈവശം ഇതിൽ മുൻ ദേവസ്വം ബോർഡ് അംഗമായ അജികുമാറിനെ ആദ്യമായിട്ടാണോ ചോദ്യം ചെയ്യുന്നത്? അജികുമാറിൽ നിന്ന് ആദ്യമായാണ് വിവരം തേടുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ തീരുമാനങ്ങൾ എടുത്തത് ആ ബോർഡാണെങ്കിൽ പോലും അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് PS പ്രശാന്തനായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അംഗങ്ങൾ കൂടി പങ്കുണ്ടോ എന്നറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് അജികുമാറിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരുടെയും മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ച് വരികയാണ്. ഈ 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് സ്വർണം കവർന്നിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നേരത്തെ 2025 2019 ഇത് കൊണ്ടുപോയപ്പോൾ സ്വർണം കവർന്നിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ശാസ്ത്രീയ പരിശോധനയുടെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും നിലവിലുള്ള കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങളെ പ്രതിയേർക്കണമെന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കുക. സ്വർണ്ണക്കൊള്ളക്കേസിലാണ് PS പ്രശാന്തിനെയും മുൻ ദേവസ്വം ബോർഡ് അംഗമായ അജികുമാറിനെയും SIT ചോദ്യം ചെയ്തത്. വിശദാംശങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്.